ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ നമ്മുടെ ഡേ 4 ആണ്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി മോർണിംഗ് ഇറ്റ്സ് 3:30 സംതിങ്. ഏർലി മോർണിംഗ് 3:30 ആണ്. സോ ഇന്നെന്തോ ടെമ്പിൾ ഉണ്ട്. ബിക്കോസ് ആ ടെമ്പിളിലെ സൺറൈസ് ആണ് മെയിൻ സാധനം. സോ എന്താ നമുക്കറിയത്തില്ല. നമ്മളവിടെ പോയി തന്നെ കണ്ട് നോക്കാം. സോ വി ഹാവ് ടു ഗോ ദയർ. അപ്പോൾ ഞാൻ റെഡി ആയി, ഫ്രഷായി, എല്ലാം കഴിഞ്ഞു. ഞാൻ അവരൊക്കെ റെഡി ആയിട്ട് നമ്മൾ താഴ്പ്പും ഗൈഡ് നമ്മൾ വിളിച്ചിട്ടു. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ഇല്ല. ഐ മീൻ ലൈക്ക് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇല്ല. നമ്മൾ വലിയ ബോക്സാണ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ്. പിന്നെ ഇല്ല നമ്മൾ ലഞ്ചിന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിവിടെ രാത്രിയാണ് 3 മണിയുണ്ട്. ഇവിടെ 3 മണിയാണ് സമയം, അതിരാവിലെ 3 മണി. സോ ഇതിപ്പോൾ ഞങ്ങളിനി ആ സ്ഥലത്തോട്ട് പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. സോ അതാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഗൈഡൊക്കെ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. സോ എന്താ കാർ ഒരു ദിവസം ഓരോ ഗൈഡാണ്, വേറെ ഗൈഡുകളാണ്. സോ അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. മാറ്റി. സോ ഇവിടെ 4:46 ആയി. 1.5 hours. ഓക്കെ, വണ്ടിക്കകത്തിരിക്കുക. ഞങ്ങൾ വണ്ടിക്ക് ഉറങ്ങി. ഇനി ഇപ്പം നമ്മൾ ഒരു ഇവിടെയാണ്, കഫറ്റീരിയയിലാണ്, ഏതോ ഡെസേർട്ട് ഏരിയയിലാണ് കഫറ്റീരിയ. ഇവിടെ എന്തോ റെസ്റ്റിന് വേണ്ടി കുറച്ച് ബ്രേക്ക്. ഇനി ഇവിടുന്ന് പോലെ 1.5 മണിക്കൂർ. ഏതോ ഡെസേർട്ടഡ് ഏരിയയിലാണ്. നമ്മൾ സ്ഥലത്തെത്തി. ഇനി കുറച്ച് പേര് ഇവിടെ വരാനുണ്ട്, എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇവിടെ കുറേ പേരുണ്ട്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി അകത്ത് പോയത്. ഓക്കെ, നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയാണ്, കുറേ നടക്കാനുണ്ട്. ഓക്കെ, Ramesses II. Ramesses means the son of the god Ra. So he was called Ra-Misu. Ra-Misu means the son of the god Ra. Then the name Ra-Misu has been changed later to be Ramesses. Okay? How many Ramesses we have them here in Egypt? We got 12 Ramesses. We gave them the numbers later. The most famous one ever who came here, the most famous one ever who built the 2 temples, Ramesses II, right? He died when he was 96 years old. He ruled the country for 67 years. In between 1290 till 1223 BC, east and west. So these 4 statues, all of them for the King Ramses II. One of them has been completely damaged because of the earthquake at 27 BC, which means that when they moved it, it was zero mistake. And they couldn't do the restoration because this is sandstone. On the top of the temple over there, you can see statues for baboons. Can you see the baboons or monkeys? Can you see the baboons on the top? That because the ancient Egyptian noticed that whenever the sun rises, baboons, they start to jump up and down. So the ancient Egyptians thought they are praying for the sun god. That's why they used to carve them on the top of their own temples. Again, at the Hittites, by the way, that was the longest war ever in our ancient Egyptian history. The King Ramses II took the army all the way to the north. They met in Lebanon. We think it was almost 23 days with a long war. And by the end, the King Ramses II and Peter, they signed for the first treaty. ഇതാണ് ഇതിൻ്റെ എൻട്രി, അടിപൊളി സാധനം. സോ ഇത് ഒന്ന് ഇത് റാംസ്റ്റോൻ്റെ ഇതാണ്, സ്റ്റാഫാണ്. സോ പിന്നെ ഇത് റാംസ്റ്റോൻ്റെ ആണ്. പിന്നെ ഇവിടെ തന്നെ അവിടെ വേറെ ഉണ്ട്. അവിടെ ഇതിൻ്റെ നെഫർട്ടാരി റാംസിൻ്റെ മിലൗഡഡ് വൈഫാണ് അവിടെയുണ്ട്. നമുക്ക് അവിടെ പോകണം. 2 ടെമ്പിളുണ്ട്. സോ നമ്മൾ അകത്ത് കയറണം. ഓക്കെ, ഒരു വലിയ ക്യൂ ഉണ്ട്. ഈ ക്യൂ കാണുന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ,
നിൽക്കുന്ന സെക്യൂരിറ്റിയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ അംശവടി ഇരിപ്പുണ്ട്. കക്ഷികൾ ഇതെല്ലാം ഓഫറിങ്ങിൻ്റെ ഓരോ ഇതാണ് കാണിക്കുന്നത്. കളർഫുള്ളായിട്ട് ഓരോ റൂമുകളാണ് എല്ലാം. ഓരോ റൂമുകളാണ് എല്ലാം ഓഫറിങ്ങിൻ്റെ ഓരോ റൂമുകളാണ്. ചെറിയ ചെറിയ റൂമുകളുണ്ട് ഓഫറിങ്ങിന് വേണ്ടി. മനസ്സിലായില്ലേ? ഇത് മോഡേൺ ആണ്. ഇവിടെ വർഷത്തിൽ 2 പ്രാവശ്യം വെയിലുണ്ടല്ലോ, ഡയറക്റ്റ് ഈ റാമേസിൻ്റെ മുഖത്തടിക്കുമായിരുന്നു. ആ കാണുന്നില്ല, മൂന്നാമത്തെ ആളെ അവിടെ അടിക്കും, ബാക്കി എങ്ങും അടിക്കത്തില്ല. മറ്റേ പുള്ളിക്കാരൻ ഡാർക്കാണ്. അപ്പോൾ ഈ വെട്ടം അവിടെ മാത്രം ഇതിൻ്റെ അകത്തൂടെ വന്ന് അടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നാച്ചുറലായിട്ട് അടിക്കും, സൺലൈറ്റ് അടിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഇത് റാമേസ് പിന്നെ മൊത്തം ലൈറ്റ് അടിക്കുന്നത്. അത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നീ ഉണ്ടോ? ഓക്കെ, ഇതാണ് എൻ്റെ ഐതിഹ്യമല്ല, ഒറിജിനൽ നടന്ന സംഭവം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മെഡിറ്റേഷന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നൊരു സ്ഥലമാണ്. ഇതല്ല മറ്റേതല്ലേ. ഇതെല്ലാം ഒറ്റ കല്ലിലാണ് പണിതെടുത്തേക്കുന്നത്. അന്ന് ഇത് ഡാമേജ് ആവാതെ വളരെ ബുദ്ധിപൂർവ്വം അത് കൊണ്ടുവന്ന് അറിയാമോ ഈ സംഭവമല്ല. നോക്കൂ, എന്ത് മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ പണിതേക്കുന്നതെല്ലാം ആ ഒരു മോഡലൊക്കെ പണിതേക്കുന്നതെല്ലാം ഒറ്റക്കല്ലിലാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ പറയുന്നത്. പിന്നെ ഈ ടെമ്പിൾ മെയിൻലി പണിഞ്ഞത് രാംസൺ 4. അത് ഇവിടുത്തെ ഒരു ഈജിപ്ഷ്യൻ കിങ്ങാണ്. ആക്ച്വലി ഇത് അവിടെ ആയിരുന്നു. പിന്നെ അവിടുന്ന് വെള്ളമെല്ലാം നൈൽ നദിയായിരുന്നു. പിന്നെ അവിടുന്ന് ഇത് റീമോഡൽ ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചാണ്. അല്ലേ പറഞ്ഞത്? ഇത് മൊത്തം മണ്ണ് നിറഞ്ഞ് നിൽക്കുമായിരുന്നു. മണ്ണ് നിറഞ്ഞ് നിന്നിട്ട് പിന്നെ ഈ ലോക്കലിനെ വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേരാണ് അബു എന്നുള്ള ലോക്കലില്. രാംസൺ 2ന്റെ പ്രിയപ്പെട്ട വൈഫായിരുന്നു. ആക്ച്വലി 34 ഭാര്യമാരുണ്ടായിരുന്നു. 34 ഭാര്യമാരും 93 മോള് 93 ഡോട്ടേഴ്സ് 101 സൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് ഈ 34 ഭാര്യമാർക്കും ഈ ഒരു ഹ്യൂമൻ പദവി ഒരു പവർ എടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. ബിക്കോസ് ഇവരുടെ ബ്ലഡ് ലൈൻ അല്ലല്ലോ. അതുകൊണ്ട് രാംസൺ 2 എന്ത് ചെയ്യേണ്ടി വന്നത്, അയാളുടെ 4 മക്കളെ തന്നെ ഡോട്ടേഴ്സിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു, ആ ഒരു ബ്ലഡ് ലൈൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പം പുള്ളിക്കാരന് ഒരു ഭാര്യയോട് ഭയങ്കര അധികം സ്നേഹമായിരുന്നു. അതാണ് ടെമ്പിളാണ് ഇത്. ഇതിന് ശേഷം ആക്ച്വലി താജ്മഹൽ ആയിരുന്നു ആദ്യം നമ്മൾ പിന്നെ വാല്യൂ ഗിഫ്റ്റായിട്ട് എക്സ്പെൻസീവ് ഗിഫ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടുപിടിച്ച ശേഷം ഇതാണ് ലോകത്തിലെ ഇപ്പോൾ ഉള്ള ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നെഫക്കാരി ശരിക്കും കണ്ടിട്ടില്ല.
ഈ വീട് കണ്ടിട്ടില്ല ആക്ച്വലി. ഈ സ്ഥലം കണ്ടില്ല. ബിക്കോസ് വരുന്ന സമയത്ത് അറിയാം, പക്ഷെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള യാത്രയിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര വയ്യാകിയായി. തിരിച്ചു പോകേണ്ടി വന്നു. തിരിച്ചു അയ്യോ ഇത്ര ക്യൂ നിൽക്കണം നമ്മള്. മൈ ഗോഡ്. അപ്പം ഈ ടെമ്പിൾ കണ്ടുപിടിച്ചത് ജോൺ വിത്ത് നോട്ട് ഷുവർ അബൌട്ട് ദീസ് ആർക്കിയോളജിസ്റ്റ് നെയിം. പക്ഷേ അയാളാണ് കണ്ടുപിടിച്ചത്. പക്ഷെ കണ്ടുപിടിച്ച സമയത്ത് ഇയാൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞു ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ആക്കി ഈ പള്ളിയിൽ എൻട്രി അങ്ങനെയൊന്നും ആദ്യ തവണ കൊടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് പ്രത്യേകിച്ച് അയാളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഇങ്ങനത്തെ കുറച്ച് ഒരു ടെമ്പിൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പേരിൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഇതിൻ്റെ പേരിലുള്ള ട്രഷേഴ്സും കാര്യങ്ങളും ഒക്കെ പല കൺട്രിയില് ചിലിയിലും പോളണ്ടിലും പക്ഷെ അതിലും ഭയങ്കര ഒരു റിങ് ഉണ്ടായിരുന്നു. ആ റിങ് ഏതോ ഫ്രഞ്ച് ഏതൊരു ആള് കൊടുത്താണ് ഒരു റിങ് ഈ ഗിഫ്റ്റ് ആൻഡ് റാംസ്. പക്ഷെ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായപ്പോ ഈ എവിടോ ഏതോ ലോക്കല് കണ്ടുപിടിച്ചിട്ട് അത് കിട്ടിയപ്പോ ആളെടുത്ത് ഈജിപ്ഷ്യൻ പൗണ്ടിന് വിറ്റു. അത് ഈ പണ്ടത്തെ ഈജിപ്ഷ്യൻ 3 ഈജിപ്ഷ്യൻ പൗണ്ട് വെച്ചിട്ട് വീടൊക്കെ വാങ്ങിയത്. ഇപ്പൊ അതിന്റെ വില എന്ന് പറഞ്ഞാൽ 15 to 10 million ഡോളേഴ്സ് ആണ്. സോ കഷ്ടമാണ്. ക്യൂവിൻ്റെ പേര് നെഫത്താരി എന്നാണ്. പിന്നെ വൺ പീസ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും നെഫത്താരി ആരാണ്. ഐ നോട്ട് ഷുവർ ആണ്, പക്ഷെ നെഫത്താരി ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അകത്ത് പോയി ഒന്ന് നോക്കാം. കോമഡി സാധനം ഇപ്പം കേൾക്കണം. പറ. ഈ റാംസൺ 2 ഈ ടെമ്പിൾ ഉണ്ടാക്കിയ സമയത്ത് പുള്ളിക്കാരൻ ഈ ഓരോ സ്റ്റാച്ചുവിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരോ ഇങ്ങനൊരു കല്ല് കാണുന്നില്ല, അതിലൊക്കെ ഓരോ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ആൽഫബറ്റ്സ് എന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ പുള്ളിക്കാരൻ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ ഞാൻ പണിഞ്ഞത് എൻ്റെ ഭാര്യയുടെ മുഖത്തൊരു ചിരി കാണാൻ എന്നുള്ള രീതിയിലാണ് എഴുതിയത്. പക്ഷേ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞിട്ട് 3-ാം ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ വേറൊരു ഭാര്യ അത് കുത്തി പൊട്ടിച്ചു. അത് കുത്തിനെത്തി. ഇതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നെഫത്താരിയുടെ ടെമ്പിളിലേക്ക് ഒരു വലിയ ക്യൂവിൻ്റെ അടുത്ത് വൻ ക്യൂ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞാണിപ്പം. അപ്പൊ ഇതൊക്കെ പെണ്ണുങ്ങളാണോ? അത് 2 പെണ്ണുങ്ങളും ബാക്കി 4 കിങ് എന്ന് പറഞ്ഞേട്ടോ. ഏതാ ഒരു പെണ്ണ്? 1 2 3 4. അപ്പൊ കണ്ടോ? ഇത് കണ്ടോ നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണരുത്. സോ ഈ പുള്ളിക്കാരി ഈജിപ്ഷ്യൻ അല്ല, നൂബിയൻ. സോറി. പുള്ളിക്കാരി ബാക്കിയുള്ളവരെക്കാട്ടും കുറച്ചുകൂടി നോട്ട് ബീങ് എ റേസിസ്റ്റ്, പക്ഷേ ഗൈഡ് പറഞ്ഞതാണ് ഷീസ് ഡാർക്കർ ദാൻ നോർമൽ. കണ്ടോ? ഏതോ രൂപമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്താണ് അവിടെ നെഫത്താരിയുടെ ഇതൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വാനിലോട്ട് പോവാണ്. സോ നമുക്ക് തിരിച്ച് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. തിരിച്ച് ഹോട്ടലിലോട്ട് കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് തീർന്നു. എന്നാ ചൂടാല്ലേ, ഭയങ്കര ചൂടാണ്. സോ നമുക്ക് മുഖമൊക്കെ കരിവാളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തൊപ്പില്ല എന്നോട് വേറൊരു പ്ലേസിൽ ഹാറ്റ് എന്തായാലും വേണം. നല്ല ചൂടുണ്ട്, നല്ല തലവേദനയാണ്. സോ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഞാൻ പറയാം, ഡൈവിൻ്റെ ക്രൂസ് പോയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ ലാസ്റ്റ് എത്തി. നമുക്ക് ക്രൂസ് റൂമിലോട്ട് പോകണം. എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ട്, ഒന്ന് ഫ്രഷ് ആവണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കണം. ഇന്നത്തെ ഈ ഒരു ദിവസമേ ഉള്ളൂ, ഇന്നത്തെ ഈ പരിപാടിയേ ഉള്ളൂ. ഇത് ഇതായിട്ട് നോക്കാം. റൂമിലോട്ട് പോവാണേ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്.
ഇന്നും അവർ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സാധനം ഉണ്ടാക്കി. ഫസ്റ്റ് ഞങ്ങളുടെ റൂമിൽ ഈ സാധനം ഒരു ആന, രണ്ടാമത്തെ റൂമിൽ ഇത് കുറച്ച് എപ്പിക്കായിട്ട് ഇതൊരു കളിയായിട്ട് കാണിച്ചത്. വെയിറ്റ് ചെയ്യാൻ അയ്യോ ഇത് കുറച്ച് അടിപൊളിയായിട്ടോ. ഇത് കുറച്ച് അടിപൊളിയാ. ഇത് എത്ര തോർത്താ അടിപൊളി. ഇവർ ഓരോ ദിവസം നമുക്ക് സർപ്രൈസ് തന്നിരിക്കുന്നു. ഹലോ സോ നമ്മള് ഒരു നല്ല ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു നല്ല എന്താ ഫ്രഷ് ഒക്കെ ആയി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇന്നും സ്പെഷ്യലായിരുന്നു, ഈജിപ്ഷ്യൻ ടൈപ്സ് ലഞ്ചായിരുന്നു ഇന്ന്. സോ യാ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ചുമ്മാ ഇരിക്കുകയാണ്. ഇന്നത്തെ നമ്മള് വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. സോ മേ ബി നമ്മള് വെളിയിൽ ചെറുതായിട്ടൊന്ന് നടക്കാൻ വല്ലപ്പോൾ വെളിയിൽ പോയാൽ ചിലപ്പോൾ, പക്ഷെ ഐ നോട്ട് ഷുവർ. സോ ഇപ്പൊ നമ്മൾ കിടക്കുകയാണ്. സോ വി ഹാവ് ടു റെസ്റ്റ് ഫോർ എ വൈൽ. സോ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, ഒന്ന് റെസ്റ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ വാഴുക. ഹലോ ഗൈസ്, സോ വി ആർ ബാക്ക്. സോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെറുതായിട്ടൊന്ന് വെളിയിലിറങ്ങി, നമ്മളൊന്ന് വെളിയിലിറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചുമ്മാ നടക്കുകയാണ്. ഇതിൽ നമ്മൾ അസ്മാൻ ഒന്ന് കാണാൻ വേണ്ടി. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സ്ട്രീറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും വെറൈറ്റി സാധനം. നമ്മൾ ഡൽഹി സ്ട്രീറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ കുറച്ച് മസാല വാങ്ങിച്ചു, കുറച്ച് കപ്പള്ളിയൊക്കെ അതൊക്കെ പുതിയ സാധനമുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ അതൊക്കെ കുടിക്കാം. റൂയിസ് കിടക്കുകയാണ് ഇങ്ങനെ. ഇന്നിവിടെ ആയിരിക്കും, നാളെ നമ്മുടെ ചെക്കൗട്ടാണ്. ഫോക്കസ് ചെയ്തേക്കട്ടെ.